ഇന്ന് ഞാൻ ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടി വറുത്തരക്കാൻ പോയാണ് കേട്ടോ. നല്ല ചെമ്മീനാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് കുറച്ച് ഉള്ളി മുളകൊക്കെ ചതച്ച് ഒലത്തൊക്കെ ചെയ്തിട്ടാണ്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ അരിഞ്ഞ് വെച്ചേക്കണത്. അതിന് തേങ്ങ വറുത്ത് കുരുമുളകും വേപ്പിലയും കൂടി ചേർത്ത് വറുത്തിട്ട് മാറ്റി വെക്കാം. ആ ചട്ടിയിലേക്ക് തന്നെ ഉണ്ടാ ഞാൻ ഓരോന്നോരോന്നെടുത്ത് വാട്ടാൻ പോണത്. അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചി ഇടാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒന്നിച്ചിട്ട് വാട്ടാറില്ല. ഇഞ്ചിയും ഇതും കൂടി വെളുത്തുള്ളിയും കൂടി ചതച്ചാണ്ട് ഞാൻ ഇത് വെറുതെ ചതച്ച്. എന്നിട്ട് സവാള നന്നായിട്ട് കുറച്ചങ്ങോട്ട് വാടിക്കഴിയുമ്പോഴേക്കും പച്ചമുളക് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് പാടിയതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പൊടി ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകുന്നൊരു തോന്നൽ. അതായത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വരട്ടിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തെളിയുന്നത് വരെ വാട്ടാം. ചെമ്മീൻ ഉള്ളി വെച്ചാക്കണത് അതിനകത്തേക്ക് എടുത്തിടണം. കുറച്ച് ഉപ്പും ഇത് പയ്യൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉപ്പ് കൂട്ടിയിട്ട് മൂടി വേവിച്ച് തേങ്ങ വറുത്തരച്ച് ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് പാകമായി കഴിയുമ്പോഴാണ് തേങ്ങ വറുത്തരച്ച് ഒഴിക്കണത്. കുറച്ച് തേങ്ങ നമ്മൾ കറി വെക്കണേക്ക് തൊട്ട് മുമ്പായിട്ട് വറുത്തരക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാതെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ടയിട്ടില്ല, അതിനൊന്നും ടേസ്റ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി ഞങ്ങൾ വറുത്ത് മാറ്റിയിട്ട് ആണ് ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കണം കേട്ടോ. ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടിയൊക്കെ തൂവി ഉണക്കമുളക് വേപ്പില കടുക് ഇതെല്ലാം കൂടി പൊട്ടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് എടുത്തിടാം. അധികം ചാറ് വെക്കരുത്, ഇതേപോലെ കുഴമ്പ് ഭാഗത്തിലിരിക്കണം. എന്നിട്ട് കുറച്ച് ചെമ്മീൻ വലുത്തും ഇതും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളി മുളക് പൊടി ചതച്ച് വേപ്പിലയും ചേർത്ത് ഒലത്തിട്ട് തരാനായിട്ട് അത് ഞാൻ കടുക് ചേർത്തിട്ടില്ല.